ചില മാച്ചസിലെ ചില പ്ലേയേഴ്സ് ഫോം ആവാണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സംഭവം പറയാറുണ്ട്. ഈ കമന്റ് സെക്ഷനിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്, ഫോം ഇസ് ടെമ്പററി, ക്ലാസ് ഇസ് പെർമനന്റ്. ശരിക്ക് ആ ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നത് നമ്മുടെ ചില മാച്ചസിൽ കളിക്കുന്ന ചില പ്ലേയേഴ്സിന്റെ ആ ഒരു കളി കൊണ്ടാണ്, അവരുടെ പെർഫോമൻസ് കൊണ്ടാണ്. അതിൽ നമ്മുടെ രോഹിത് ശർമ്മയുണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, ഈവൻ നമ്മുടെ വേൾഡ് കപ്പിലെ സ്റ്റാർ ആയിട്ടുള്ള സഞ്ജു സാംസൺ ഉണ്ട്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയൊക്കെ അടുപ്പിച്ച് 1-2 മാച്ചിൽ ഡക്കൊക്കെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ സ്കോർ അധികം ആ ഒരു സീരീസിൽ എടുക്കാണ്ടിരിക്കുമ്പോൾ കുറച്ച് ക്രിറ്റിസിസം വരുമല്ലോ. അപ്പൊ അതിനുശേഷം പിന്നീട് അവരൊരു ഫോം ആവുന്ന മാച്ച് ഉണ്ടാവും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ചിലേക്ക് എപ്പോഴും ഫോം ആവുകയും ചെയ്യാം. അപ്പോഴാണ് ഈ ഒരു വേർഡിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ളത്. അത് തന്നെയാണ് നമ്മൾ സഞ്ജു സാംസന്റെ കേസിൽ വന്നത് വേൾഡ് കപ്പ് സമയത്ത്. അപ്പം അതുപോലത്തെ ഒരു ഫോം ഇസ് ടെമ്പററി, ക്ലാസ് ഇസ് പെർമനന്റ് എന്ന് കാണിച്ചിരുന്ന ഒരു മാച്ചായിരുന്നു ഇന്ന് നടന്നത്. ടെലികാസ്റ്റ് അങ്ങനെ എവിടെയാ കിട്ടുക എന്നുള്ളൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു കേട്ടോ. കാരണം ഇത് ഈ ഒരു മാച്ചിന്റെ വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ആ മാച്ച് നടന്നത് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക, അതായത് രണ്ട് ടീമിന്റെയും ഇന്ത്യ എ വേഴ്സസ് ശ്രീലങ്ക എ ആയിരുന്നു. ട്രൈ നേഷൻ സീരീസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഫസ്റ്റത്തെ മാച്ച് ഇന്ന് പോയ മാച്ചിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് 8 റൺസിന്റെ ഒരു വിജയം നേടിയിരിക്കുകയാണ്. അതും 277 റൺസാണ് 50 ഓവറിൽ ഇന്ത്യ എടുത്തത്, 6 വിക്കറ്റ് നഷ്ടത്തിൽ. പക്ഷെ ബോൾ ചെയ്ത സമയത്ത് ഏകദേശം കയ്യിൽ നിന്ന് പോയ കളീനെ ഓൾമോസ്റ്റ് പോയി എന്ന് തന്നെ പറയാം. കാരണം അവസാനം വരെ ഏകദേശം ഒരു 6 വിക്കറ്റ് എന്തോ പോകുന്നവരെ കളി കയ്യിലില്ല. അങ്ങനെ ഉള്ളൊരു മാച്ചിനെ പിന്നീട് തിരിച്ചു പിടിച്ചത് ആ മൊമെന്റിൽ ഉണ്ടായ ആ ഒരു ബൗളിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഋതുരാജ് ഗായ്ക്കോഡിന്റെ ആ ഒരു ഫീൽഡിങ്ങിൽ വന്നൊരു വിക്കറ്റ്, അതായത് റൺഔട്ടിൽ കിട്ടിയ വിക്കറ്റ്. ആ വിക്കറ്റിന് ഭയങ്കര വാല്യൂ ആണ്. കാരണം ആള് ഓൾറെഡി ആ ബാറ്റ് ചെയ്യുന്ന ആൾ അത്യാവശ്യം അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ ആള് ക്രീസിൽ ഉണ്ടെങ്കിൽ കളി ശ്രീലങ്കയുടെ ഭാഗത്തോട്ട് പോകായിരുന്നു. ഈ ഒരു ഫീൽഡിങ്ങിൽ മാത്രമല്ല കേട്ടോ, ഋതുരാജിന്റെ സംഭാവന എന്ന് പറയുന്നത് ബാറ്റിങ്ങിലും കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ന് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ഈ ഇന്ത്യ എ ടീമിൽ വൈഭവ് സൂര്യവംശി കളിക്കുന്ന ഒരു മാച്ചും കൂടിയാണ്. വൈഭവ് സൂര്യവംശി, പ്രിയാങ്ക് ഷാരിയ, പെപ്സി ഇമ്രാൻ, അങ്ങനെയുള്ള ഒരുപാട് പേര് IPL സ്റ്റാർ ആയിട്ടുള്ള ഒരുപാട് പേര് കളിച്ചിട്ടുള്ള ഒരു മാച്ചാണ് ഇന്നത്തെ ഈ മാച്ച്. പക്ഷെ അവർക്കൊന്നും അത്ര നല്ല രീതിയിൽ ഫോം ആവാൻ വേണ്ടി പറ്റിയില്ല. അതിൽ പ്രിയാങ്ക് ഷാരിയ കുറച്ചു നേരം നിന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആളും ഇതുപോലെ ഒരു റൺഔട്ട്, ഒരു മിസ്റ്റേക്കിൽ വന്ന റൺഔട്ടിൽ ആൾ പോകുമായിരുന്നു. കുഴപ്പമില്ലാണ്ട് കളിച്ചു തുടങ്ങിയായിരുന്നു പ്രിയാങ്ക് ഷാരിയ കമ്പാരിറ്റീവ്ലി മറ്റുള്ള പ്ലേയേഴ്സിനെ വെച്ച് പോകും. പക്ഷെ ഋതുരാജ് ഗായ്ക്കോഡ് ആ ഒരു ഫോം ടെമ്പററി ആണെന്നും ക്ലാസ് പെർമനന്റ് ആണെന്നും ഇന്നത്തെ മാച്ചിൽ കാണിച്ചൊന്നു. സെഞ്ചുറി അടിച്ചിട്ട്, അതും അത്രയും സ്ട്രഗിളിങ്ങും പ്രഷറും ആയിട്ടുള്ള ഒരു മാച്ചിൽ സെഞ്ചുറി അടിച്ച് തിലക് വർമ്മ കട്ട സപ്പോർട്ടും ചെയ്ത് രണ്ടുപേരും കൂടി അടിച്ച ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ, ആ പാർട്ട്ണർഷിപ്പിലാണ് ശരിക്കും ഇന്ത്യക്ക് 277 എത്താൻ പറ്റിയത്. എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 150 പോലും കടക്കുമോ എന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു ശരിക്കും ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ ആ ഒരു മാച്ചിന്റെ സമയത്ത്. ഋതുരാജ് ഗായ്ക്കോഡ് 114 ബോളിൽ 101 റൺസ് എടുത്ത സമയത്ത് നമ്മുടെ തിലക് വർമ്മ 97 ബോളിലാണ് 60 റൺസ് എടുത്തിട്ടുണ്ട്. 32 ബോളിൽ 32 റൺ എടുത്തിട്ട് നമ്മൾ പ്രിയാങ്ക് ഷാരിയ ഔട്ടായെങ്കിൽ ലാസ്റ്റിലോട്ട് ഇറങ്ങി നമ്മളെ സൂര്യാൻ ഷെഡ്ഗെ നോട്ട് ഔട്ട് ആയിട്ട് നിന്നു. 14 ബോളിൽ 26 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 18 ബോളിൽ 24 റൺസ് എടുത്ത് നമ്മൾ ആയുഷ് ബദോനിയും ആ ഒരു കോൺട്രിബ്യൂഷൻ ടീമിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൗളിങ്ങിന്റെ സമയത്ത് ശരിക്കും ശ്രീലങ്ക നല്ലൊരു തുടക്കമായിരുന്നു ഉണ്ടായിരുന്നുണ്ട്. കാരണം വിക്കറ്റ് പെട്ടെന്നൊന്നും പോയില്ല. ശരിക്കും കളി ഇവരെന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു ഓപ്പണേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 93 റൺസ് എടുത്തുമ്പോഴാണ് ഫസ്റ്റത്തെ വിക്കറ്റ് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് അടുപ്പിച്ച് 2 വിക്കറ്റ് പോയി. പിന്നെ അഗെയിൻ 109-ൽ 3 എന്നുള്ള സ്റ്റേജിൽ നിന്ന് 187 റൺസ് വരെ ആ ഒരു പാർട്ട്ണർഷിപ്പ് വീണ്ടും മുന്നോട്ട് പോയത് ശരിക്കും ഇന്ത്യക്ക് ചെറിയൊരു പണി കൊടുക്കലുണ്ടായിരുന്നു. കാരണം അവിടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് പിറന്നുകൊണ്ട് മാത്രമാണ് പിന്നീട് അങ്ങോട്ട് ചെറിയൊരു പ്രഷറിലോട്ട് മാച്ച് പോവുകയും ചെയ്തത്. കാരണം എല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അടുപ്പിച്ച് വിക്കറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കളി ജയിക്കാൻ പറ്റുമായിരുന്നു. ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ നന്നായിട്ട് കളിച്ചിട്ട് 72 ബോളിൽ 74 റൺസ് എടുത്തിട്ട് ഗംഭീര കളിയായിരുന്നു. പക്ഷേ ഇന്ത്യൻ ബൗളേഴ്സിൽ ശരിക്കും ഇന്ന് ഞെട്ടിച്ചത് അൻഷുൽ കംബോജ് തന്നെയാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് ഇന്ന് ബോൾ എറിഞ്ഞത് അൻഷുൽ കംബോജ് തന്നെയാണ്. 6 ഓവറിൽ 47 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 വിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരു വിക്കറ്റ് എടുത്തത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റാണ്. കാരണം ശ്രീലങ്കയുടെ മാച്ച് ചിലപ്പോൾ ജയിപ്പിക്കാൻ സാധ്യതയുള്ള ആ ഒരു ക്യാപ്റ്റന്റെ വിക്കറ്റ്, അതായത് ശ്രീലങ്കയുടെ ടോപ്പ് ലീഡിംഗ് ആയിട്ടുള്ള ആ റൺ സ്കോറിന്റെ വിക്കറ്റാണ് ശരിക്കും അൻഷുൽ കംബോജ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അർഷദ് ഖാൻ, അനുകുൽ റോയ്, വിപ്രാജ് നിഗം, ആയുഷ് ബദോനി എല്ലാവരും 2 വിക്കറ്റ് വീതം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ട്രൈ നേഷൻ സീരീസിലെ ഫസ്റ്റ് മാച്ച് അത്ര പ്രഷറിലാണ് പോയെങ്കിലും, കളി കയ്യിൽ നിന്ന് പോയെങ്കിലും പിന്നീട് തിരിച്ചു പിടിച്ച് ഗംഭീരമായിട്ട് ആ ഒരു കളി ജയിക്കാൻ വേണ്ടി പറ്റി. അതിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ ഋതുരാജ് ഗായ്ക്കോഡിന് കൊടുക്കാനും പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ മാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എഗെയിൻ അവിടെ തെളിഞ്ഞിരിക്കുകയാണ് എക്സ്പീരിയൻസ് ബാറ്റേഴ്സിന് ആ ഒരു കളിയൊക്കെ പ്രഷർ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും കളി ജയിപ്പിക്കാൻ പറ്റുന്നുള്ളത് ഋതുരാജ് ഗായ്ക്കോഡ് കാണിച്ചു തന്നിരിക്കുകയാണ്. ശരിക്കും ഋതുരാജ് ഗായ്ക്കോഡ് ഈ ലെവലിൽ ഉണ്ടാവേണ്ടതല്ല, വേറെ ഒരാളായിരുന്നു തോന്നുന്നു ഇതിന് മുന്നേ ആ ഒരു പ്ലേസിൽ ഉണ്ടായിരുന്നത്. ലാസ്റ്റിലോട്ടാണ് ടീമിലോട്ട് ആൾ എൻട്രി ആയത്. എന്തായാലും ആ എൻട്രിക്ക് എന്തായാലും ഇപ്പൊ നല്ലൊരു മാർക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഈ ഒരു മാച്ച് ജയിക്കാൻ കാരണം തന്നെ ശരിക്കും ഇന്നത്തെ ഋതുരാജ് ഗായ്ക്കോഡിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്.